ബിജെപി പിന്തുണയോടെ മുഖ്യമന്ത്രി പദത്തിൽ തിരിച്ചെത്തിയ നിതീഷ് കുമാർ ബീഹാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. നിതീഷിന് 131 എംഎൽഎമാരുടെ പിന്തുണയുണ്ട്. വിശ്വാസ പ്രമേയത്തെ എതിർത്ത് 108 പേരാണ് വോട്ട് ചെയ്ത്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, മഹാസഖ്യത്തെ തകർത്തുകൊണ്ട് ബിജെപിയുമായി കൈകോർത്ത നിതീഷ് കുമാർ ഒടുവിൽ വിശ്വാസ വോട്ട് തേടിയിരിക്കുകയാണ്. 131 എംഎൽഎമാരുടെ പിന്തുണ തനിക്കൊപ്പം ഉണ്ടെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തു വേണം മനസ്സിലാക്കാൻ? അഞ്ജു, ബീഹാർ നിയമസഭയിൽ ഏകദേശം 2 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് വിശ്വാസ വോട്ടെടുപ്പ് നിതീഷ് കുമാർ നേടിയെടുത്തിരിക്കുന്നത്. 243 അംഗ നിയമസഭയിൽ 131 വോട്ടുകൾ നേടാൻ നിതീഷിന് കഴിഞ്ഞു. RJD കോൺഗ്രസ് സഖ്യത്തിന് 108 വോട്ടുകൾ ലഭിച്ചപ്പോഴാണ് 108-നെതിരെ 131 വോട്ടുകൾ നേടി നിതീഷ് വിജയിച്ചത്. എന്തായാലും ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന തന്നെയാണ് ഇത്തരം വോട്ടുകൾ. RJDയും കോൺഗ്രസിന്റെയും 80ഉം 27 എംഎൽഎമാർ ചെയ്യുമ്പോൾ 107 എംഎൽഎമാരാണ് ഉള്ളത്. പക്ഷെ വിശ്വാസ വോട്ടെടുപ്പിൽ അവരോടൊപ്പം ഒരു സ്വതന്ത്രൻ കൂടി പിന്തുണയുമായി രംഗത്തെത്തിയോടുകൂടിയാണ് 108 വോട്ട് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ JDU BJP സഖ്യവും പിന്നെ NDAയിലെ മറ്റു ഘടകകക്ഷികളും നോക്കുമ്പോൾ 129 വോട്ടുകളാണ് ഉള്ളത്. അവരോടൊപ്പം 3 സ്വതന്ത്രരുടെ കൂടി പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് നേരത്തെ BJP ഗവർണർക്ക് നൽകിയിരുന്നു. എന്നാൽ അത്രയും വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ല. അതിൽ 2 വോട്ടുകളുടെ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും 131 വോട്ടുകൾ നേടി വിശ്വാസ വോട്ടെടുപ്പിൽ ആ വലിയ കടമ്പ കടക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞിരിക്കുന്നു. നിതീഷ് വലിയ വൈകാരികമായ ഒരു പ്രസംഗമൊക്കെ ഇതിനിടയിൽ ബീഹാർ നിയമസഭയിൽ നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വഴിവിട്ട രീതിയിലൂടെ സമ്പാദിക്കുന്നവരെ പിന്തുണയ്ക്കാൻ തനിക്കാകില്ല, അതുകൊണ്ടാണ് ലാലുവുമായുള്ള ഒരു സഖ്യം മുറിക്കേണ്ടി വന്നത് എന്നാണ് നിതീഷ് ഒരു അവകാശവാദമായി പറഞ്ഞത്. നിതീഷിനൊപ്പം ഇന്നലെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത BJP നേതാവ് സുശീൽ കുമാർ മോദിയും നിയമസഭയിൽ സംസാരിച്ചു. RJDയും കോൺഗ്രസിനെയും പരിഹസിച്ച അദ്ദേഹം തേജസ്വി യാദവ് രാജിവെക്കാത്തത് കൊണ്ടാണ് താൻ ഇത്തരം ഒരു സ്ഥാനത്തെത്തിയത്, അതുകൊണ്ട് അവർക്ക് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഏറെ ബഹളത്തിനൊക്കെ ഇടയാക്കി. തേജസ്വി യാദവും വലിയ രീതിയിൽ കണക്കറ്റ വിമർശനം തന്നെ നിതീഷ് കുമാറിനെതിരെ ഉയർത്തി. നാണമില്ലാത്തവനാണ് നിതീഷ് എന്നുവരെ ഒരു സമയത്ത് തേജസ്വി യാദവ് നിയമസഭയിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ഏറെ ബഹളത്തിനൊക്കെ ഇടയാക്കി. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു നാടകമായിരുന്നു BJPയും നിതീഷും കൂടി നടത്തിയത് എന്നും തേജസ്വി യാദവ് കുറ്റപ്പെടുത്തി. എന്തായാലും വിശ്വാസ വോട്ടെടുപ്പ് കടക്കാൻ നിതീഷ് കുമാറിന് കടന്നിരിക്കുന്നു. നിതീഷിന്റെ പക്ഷത്തുള്ള MLA-മാരിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. കൃത്യമായ വോട്ടുകൾ തന്നെ വീണിരിക്കുന്നു. എന്തായാലും ഇനി മന്ത്രിസഭാ പുനഃസംഘടനയുമായുള്ള അടുത്ത നടപടികളിലേക്ക് കടക്കും എന്നാണ് നിതീഷ് വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായും സന്തോഷം. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആദ്യം മുതൽക്കേ തന്നെ നിതീഷ് കുമാർ നേടിയിരുന്നു. പക്ഷേ തങ്ങൾക്കൊപ്പം വലിയൊരു പിന്തുണ ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ. എന്തായാലും ആദ്യം മുതൽക്കേ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു കാര്യം, അഴിമതിക്കെതിരെ ആണ് താൻ രാജിവെച്ചത് എന്നുള്ള ആ ഒരു വലിയ പ്രതിച്ഛായ, അതുതന്നെയാണോ ഇവിടെ നിതീഷിനെ തുണച്ചിരിക്കുന്നത്? ഇന്നത്തെ നിയമസഭയിലെ പ്രസംഗത്തിൽ നിതീഷ് അക്കാര്യം പ്രത്യേകം ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചു. അതിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ അഴിമതിക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല, അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. ലാലുവിന്റെ കുടുംബത്തെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്, വഴിവിട്ട മാർഗങ്ങളിലൂടെ അനധികൃതമായി സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരെ താൻ പിന്തുണയ്ക്കുകയുമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് നിതീഷ് ഇന്ന് ചെയ്തത്. അതായത് അഴിമതി വിമുക്തമായ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ഒരു കഷ്ടപ്പാട് നിതീഷിന്റെ ഇന്നത്തെ പ്രസംഗത്തിലുടനീളം അഞ്ജു കാണാമായിരുന്നു. എന്നാൽ അതിനെ പരിഹസിക്കാനും അതിനെ പൊളിച്ചെടുക്കാനുമാണ് RJDയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, RJDയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്ന മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് പ്രസംഗത്തിലുടനീളം ശ്രമിച്ചത്. എന്തായാലും BJPയുമായി ചേർന്നുകൊണ്ട് വലിയൊരു കൂട്ടുകെട്ടിലേക്ക്, പുതിയൊരു കൂട്ടുകെട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെയല്ലേ ഇനിയുള്ള ദിവസങ്ങളിൽ, മണിക്കൂറുകളിലൊക്കെയും ഉണ്ടാകാൻ പോകുന്നത്?
അഞ്ജു, വിശ്വാസ വോട്ടെടുപ്പായിരുന്നു BJPയും സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കിയ ഒരു വിഷയം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില BJP കോൺഗ്രസ് MLA-മാരെ അടക്കം ചാക്കിട്ട് പിടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. കാരണം JDU പാളയത്തിലെ MLA-മാർ ഏതെങ്കിലും തരത്തിൽ മറിച്ച് വോട്ട് ചെയ്താൽ അത് മറികടക്കാനാണ് മറുപക്ഷത്തുള്ള കോൺഗ്രസ് MLA-മാരെയൊക്കെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഇന്നലെ രാത്രിയോടെ നടന്നിരുന്നു BJP. കാരണം അത്തരമൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞുവെങ്കിൽ പോലും അത് അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഈ BJPയുമായി കൂട്ടുചേരുന്ന നിതീഷിന്റെ പുതിയ കൂട്ടുകെട്ടിനെ അംഗീകരിക്കാത്ത നിരവധി നേതാക്കന്മാരുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ശരത് യാദവ് ഒക്കെ ഡൽഹിയിൽ നടത്തിയ നീക്കം അത് MLA-മാരിൽ ഏതെങ്കിലും തരത്തിൽ ചലനം ഉണ്ടാക്കുന്ന സംശയമൊക്കെ BJPക്ക് ഉണ്ടായിരുന്നു, ആശങ്കയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസ വോട്ടെടുപ്പിനെ കേന്ദ്ര സർക്കാരോ BJP കേന്ദ്രവൃത്തങ്ങളും വളരെ സൂക്ഷ്മതയോടെയാണ് വീക്ഷിച്ചു വന്നതും. അവർക്കൊക്കെ ആശ്വാസം പകരുന്നു. എന്തായാലും ആ ഒരു കടമ്പ കടന്നിരിക്കുന്നു. ഇനിയും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയും ബീഹാറും BJP ഭരണ പ്രദേശമായി മാറുകയാണ്. ശരി, BJP പിന്തുണയോടെ മുഖ്യമന്ത്രി പദത്തിൽ തിരിച്ചെത്തിയ നിതീഷ് കുമാർ ബീഹാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടിയിരിക്കുകയാണ്. നിതീഷിന് 131 MLA-മാരുടെ പിന്തുണയാണുള്ളത്.